ഹലോ, വെൽക്കം ടു ബിഹൈൻഡ് ദ വൈറ്റ് ബോർഡ്. കേരള PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ റിവിഷൻ സീരീസിൻ്റെ 8th ഡേ ആയി ഇന്ന് നമ്മൾ മാനേജ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്ന്. അക്കൗണ്ടിംഗ് ആണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ അല്ലാതെ വരുന്ന ഫങ്ഷൻസ്. ഹൂ ഈസ് നോൺ എസ് ദ ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? FW ടൈലർ ആണ്. ദെൻ സ്കലാർ ചെയിൻ റെഫേഴ്സ് ടു. സ്കലാർ ചെയിനെ തന്നിരിക്കുന്നതിൽ സ്കലാർ ചെയിൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്പാൻ ഓഫ് കൺട്രോൾ, ലൈൻ ഓഫ് അതോറിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ്, ഡെലിഗേഷൻ. സ്കലാർ ചെയിൻ റെഫേഴ്സ് ടു ലൈൻ ഓഫ് അതോറിറ്റിയാണ്. ദെൻ വിച്ച് പ്രിൻസിപ്പിൾ എംപസൈസസ് വൺ ബോസ് ഫോർ വൺ എംപ്ലോയി? വൺ സുപ്പീരിയർ ഫോർ വൺ സബോർഡിനേറ്റ് എന്നുള്ളത് ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹെൻറി ഫയലിൻ്റെ യൂണിറ്റി ഓഫ് കമാൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ span of control is affected by nature of work ആണോ, managers ability, technology, all of the above. span of controlനെ affect ചെയ്യുന്ന factors ആണ് nature of work, managerൻ്റെ ability, technology എല്ലാം വരുന്നുണ്ട്. സോ ആൻസർ D ആണ്. Then which leadership style is most suitable in emergencies? എമർജൻസി സിറ്റുവേഷനിൽ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ്? നമുക്കറിയാം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടക്കുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ വന്നിട്ട് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. സോ അതായിരിക്കും എമർജൻസി സിറ്റുവേഷൻസിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരിക. സോ ആൻസർ C ആണ്, ഓട്ടോക്രാറ്റിക്. ദെൻ മാസ്ലോസ് ഹൈറാർക്കി സ്റ്റാർട്ട്സ് വിത്ത്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി ആ ഒരു ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് വരുന്നത്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിയോളജിക്കൽ നീഡ്സിലാണ്. ഹേഴ്സ്ബർഗ് ഹൈജീൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ്. ഹേഴ്സ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറി, അതിൽ ഹൈജീൻ ഫാക്ടേഴ്സും മോട്ടിവേറ്റേഴ്സും വരുന്നുണ്ട്. ഹൈജീൻ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്? അച്ചീവ്മെൻറ്റ്, റെക്കഗ്നിഷൻ, സാലറി, ഗ്രോത്ത്. ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നതാണ് സാലറി. ദെൻ വിച്ച് തിയറി അസ്യൂംസ് എംപ്ലോയീസ് ഡിസ്ലൈക്ക് വർക്ക്? എംപ്ലോയീസ് വർക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന തിയറി ഏതാണ്? തിയറി എക്സ് ഉണ്ട്, തിയറി വൈ ഉണ്ട്. തിയറി എക്സിലാണ് എംപ്ലോയി ഡിസ്ലൈക്ക് വർക്ക് വരുന്നത്. തിയറി എക്സ് ആണ്. ദെൻ ഡെലിഗേഷൻ ഇൻവോൾവ്സ് അതോറിറ്റി ഓൺലി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എല്ലാം വരുന്നുണ്ട് അല്ലേ? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എല്ലാം വരുന്നതാണ് ഡെലിഗേഷൻ. ദെൻ സെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ആണോ, റിട്ടൻഷൻ ഓഫ് അതോറിറ്റി, ഡെലിഗേഷൻ, ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ റെഫേഴ്സ് ടു റിട്ടൻഷൻ ഓഫ് അതോറിറ്റി. ദെൻ വിച്ച് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ സ്ട്രാറ്റജിക് ഡിസിഷൻ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും. ദെൻ ബഡ്ജറ്റ് ഈസ് എ ടൂൾ ഓഫ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ടൂളാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്. പ്ലാനിങ് ഫംഗ്ഷനിൽ വരുന്നതാണ് ബഡ്ജറ്റ് ടൂൾ. ദെൻ SWOT അനാലിസിസ് സ്റ്റാൻഡ്സ് ഫോർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. വിച്ച് ഇസ് നോട്ട് എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിൽ കുറേ ബാരിയേഴ്സ് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലാത്തത്? നോയ്സ് ബാരിയറാണ്, സെമാൻറ്റിക് പ്രോബ്ലംസ് ബാരിയറാണ്, ഫീഡ്ബാക്ക്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ അത് ആൻസർ വരുന്നത് ഓപ്ഷൻ C, ഫീഡ്ബാക്ക്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് പോപ്പുലറൈസ് ചെയ്തേക്കുന്നത് ഫയലാണോ, ഡ്രക്കർ, ടൈലർ, എൽട്ടൺ മായോ? ഇതിലേതാണ് ആൻസർ വരുന്നത്? ഡ്രക്കറാണ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് പോപ്പുലറൈസ് ചെയ്തത് ഡ്രക്കർ, പീറ്റർ ഓഫ് ഡ്രക്കർ. ദെൻ വിച്ച് ഇസ് എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്? ഇതിൽ പ്രൊമോഷൻ, ബോണസ്, റെക്കഗ്നിഷൻ, ജോബ് സെക്യൂരിറ്റി. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ബോണസാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവായിട്ട് വരുന്നത്. ദെൻ വിച്ച് ടൈപ്പ് ഓഫ് പ്ലാൻ ഇസ് ഫോർ റിപ്പീറ്റഡ് യൂസിൽ വരുന്ന പ്ലാൻ ഏതാണ്? പോളിസി, സ്ട്രാറ്റജി, ബഡ്ജറ്റ്, പ്രോഗ്രാം. റിപ്പീറ്റഡ് യൂസിൽ യൂസ് ചെയ്യുന്നത് പോളിസി. ദെൻ കോർഡിനേഷൻ ഈസ് സെപ്പറേറ്റ് ഫങ്ഷൻ, എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഓപ്ഷണൽ, നോട്ട് നീഡഡ്. ആൻസർ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. വിച്ച് ഇസ് നോട്ട് എ ഡയറക്റ്റിംഗ് ഫങ്ഷൻ അല്ലാത്തത് ബഡ്ജറ്റിംഗ് ആണ്. സൂപ്പർവിഷനും മോട്ടിവേഷനും ലീഡർഷിപ്പും ഡയറക്റ്റിംഗ് ഫങ്ഷൻ ആണ്. The next question, control process starts with setting standards, then actuals measure ചെയ്യുന്നു, comparing actuals with standards,
ദെൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ഇതാണ് കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. വിച്ച് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വയലേറ്റ്സ് യൂണിറ്റി ഓഫ് കമാൻഡ്? യൂണിറ്റി ഓഫ് കമാൻഡിനെ വയലേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഡിവിഷണൽ. യൂണിറ്റി ഓഫ് കമാൻഡിനെ വയലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. വിച്ച് സ്കിൽ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടോപ്പ് മാനേജ്മെൻറ്റ്? ടോപ്പ് മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽ എന്ന് പറയുമ്പം ടെക്നിക്കലാണോ, കോൺസെപ്റ്റുവൽ സ്കില്ലാണോ, ഹ്യൂമൻ മെക്കാനിക്കൽ? ആൻസർ ബി ആണ്, കോൺസെപ്റ്റുവൽ സ്കിൽ. ദെൻ വിച്ച് ഇസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാനിങ്? പ്ലാനിങ്ങിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്, കണ്ടിന്യൂസ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, റാൻഡം ആണെന്ന് പറയാൻ പറ്റില്ല. സോ അതാണ് ആൻസർ. വിച്ച് തിയറി ഫോക്കസ് ഓൺ സോഷ്യൽ നീഡ്സ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ? സോഷ്യൽ നീഡ്സ് ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിലേഷൻ തിയറിയാണ്. ദെൻ ബെഞ്ച് മാർക്കിംഗ് ഈസ് റിലേറ്റഡ് ടു കൺട്രോളിംഗ് ഫംഗ്ഷനിലാണ് നമ്മൾ ബെഞ്ച് മാർക്കിങ്ങിനെ പറ്റി പറയുന്നത്. വിച്ച് ഇസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് ഡെലിഗേഷൻ്റെ എലമെൻറ്റ് അല്ലാത്തത് ഏതാണ്? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ആണ്. സോ മോട്ടിവേഷൻ ആണ് ആൻസർ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. വിച്ച് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എൻഷുവേഴ്സ് വർക്ക് ഇസ് ഡൺ ആസ് പെർ പ്ലാൻ? ഏത് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ആസ് പെർ പ്ലാൻ പ്രകാരം, അതായത് ആക്ച്വൽസ് പ്രകാരം സ്റ്റാൻഡേർഡ്സ് പ്രകാരം ആക്ച്വൽ പെർഫോമൻസ് നടന്നു എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺട്രോളിംഗ് ഫംഗ്ഷനാണ്. ദെൻ അടുത്ത കുറച്ച് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. മോട്ടിവേഷൻ ഇംപ്രൂവ്സ് എംപ്ലോയി പെർഫോമൻസ്, ഇറ്റ് സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് ഡ്രൈവ്സ് ബിഹേവിയർ. മോട്ടിവേഷൻ ഇംപ്രൂവ്സ് എംപ്ലോയി പെർഫോമൻസ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നന്നായി ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. മോട്ടിവേഷൻ എംപ്ലോയി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സാറ്റിസ്ഫൈ നീഡ്സ് ആൻഡ് ഡ്രൈവ്സ് ബിഹേവിയർ. നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ബിഹേവിയർ ഡ്രൈവിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും ശരിയാണെന്ന് നമുക്കറിയാം. അസേർഷനും റീസണും ട്രൂ ആണ്. ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ദെൻ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ ഓൾവേസ് മോർ എഫക്റ്റീവ് ദാൻ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. മണി ഈസ് ദ ഒൺലി മോട്ടിവേറ്റർ ഫോർ എംപ്ലോയീസ്. ഇവിടെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എഫക്റ്റീവ് ആണ്, ദാറ്റ് ഈസ് കറക്റ്റ്. മണി ഈസ് ഒൺലി മോട്ടിവേറ്റർ ഫോർ എംപ്ലോയീസ്. അപ്പോൾ ഇവിടെ എ ആർ ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ ഓൾവേസ് മോർ എഫക്റ്റീവ് ദാൻ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. മണി ഈസ് ദ ഒൺലി മോട്ടിവേറ്റർ ഫോർ എംപ്ലോയീസ്. മണി മാത്രമല്ലല്ലോ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറായിട്ട് വരിക. സോ ഇറ്റ് ഈസ് ഫോൾസ്. ദെൻ മാസ്ലോയുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സേഫ്റ്റി നീഡ്സ് അറൈസ് ആഫ്റ്റർ ഫിസിയോളജിക്കൽ നീഡ്സ്. അത് കറക്റ്റാണ്. മാസ്ലോ അറേഞ്ച്ഡ് നീഡ്സ് ഇൻ എ ഹൈറാർക്കി. ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലാണ് മാസ്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും ശരിയാണ്. ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ഹെർസ്ബർഗിൻ്റെ തിയറി പറയുന്നു ഹൈജീൻ ഫാക്ടേഴ്സ് ഡു നോട്ട് മോട്ടിവേറ്റ് എംപ്ലോയീസ്. ഹൈജീൻ ഫാക്ടേഴ്സ് മോട്ടിവേറ്റ് ചെയ്യില്ല, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് കറക്റ്റ്. ദേ ഒൺലി പ്രിവെൻറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കുന്നു എന്നുള്ള കാര്യമേ ഹൈജീൻ ഫാക്ടേഴ്സിൽ പറയുന്നുള്ളൂ. അവർ മോട്ടിവേഷനിലേക്ക് നയിക്കുന്നില്ല. സോ നമുക്കിത് രണ്ടും ശരിയാണ്. ആറ് എക്സ്പ്ലെയിൻസ് ചെയ്യുന്നുണ്ട്, എ അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ദെൻ മോട്ടിവേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്, ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. രണ്ടും ശരിയാണ്. ആർ എക്സ്പ്ലെയിൻസ് എ. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ കോൺസെപ്റ്റ്, ബോത്ത് ഇൻവോൾവ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ഗോൾസ്. ലീഡർഷിപ്പും മാനേജ്മെൻറ്റും ഐഡൻറ്റിക്കൽ കോൺസെപ്റ്റാണ്. ലീഡർഷിപ്പും മാനേജ്മെൻറ്റും ശരിയാണ്. ബോത്ത് ഇൻവോൾവ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു അച്ചീവ് ഗോൾസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ ഇവിടെ നോക്കുക, റീസൺ എന്ന് പറയുന്നത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അപ്പോൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്കത് അല്ലാന്ന് തോന്നുന്നു. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, അത്രേ പറയാൻ പറ്റുള്ളൂ. സോ എ ആൻഡ് ആർ ട്രൂ, ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഇംപ്രൂവ്സ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് അലോസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ശരിയാണ്. ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂട്ടുന്നു, അവരെയും കൂടി കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിലും കാര്യങ്ങളിലും ഉൾപ്പെടുത്തുന്നു, സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് പാർട്ടിസിപ്പേഷൻ. രണ്ടും ശരിയാണ്. ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്യൂട്ടബിൾ ഇൻ ക്രൈസിസ് സിറ്റുവേഷൻസ്. കറക്റ്റാണ്. ക്വിക്ക് ഡിസിഷൻസ് ആർ റിക്വയർഡ് ഡ്യൂറിങ് എമർജൻസീസ്. ഇത് രണ്ടും ശരിയാണ്. സോ ആർ എക്സ്പ്ലെയിൻസ് എ. ലേസസ് ഫെയർ ലീഡർഷിപ്പ് റിസൾട്ട്സ് ഇൻ ഹൈ കൺട്രോൾ, മാനേജേഴ്സ് ക്ലോസ്ലി സൂപ്പർവൈസ് എംപ്ലോയീസ്. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? ഹൈ കൺട്രോൾ ഉള്ള ലീഡർഷിപ്പ് സ്റ്റൈലല്ല ലേസസ് ഫെയർ. മാനേജേഴ്സ് ക്ലോസ്ലി സൂപ്പർവൈസ് എംപ്ലോയീസ്. സോ ഇവിടെ എ
ഫോൾസും റീസൺ ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ എ ഗുഡ് ലീഡർ മസ്റ്റ് ഹാവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ലീഡർഷിപ്പ് ഇൻവോൾവ്സ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് എഫക്റ്റീവ്ലി. രണ്ടും ശരിയാണ്. ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. ഇറ്റ് എയിംസ് അറ്റ് ലോങ് ടേം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്.